കേൾക്കുന്നത്. സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ സുധിയുടെ നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാം ചേട്ടാ. അവൾ പറഞ്ഞ 100% സത്യമാണ്. അതായത് ഇതാണ് എന്റെ സമ്പാദ്യം. ഇതുകൊണ്ട് തന്നെ ഇനി കൊച്ചുങ്ങൾ കുഴപ്പമില്ല. ഐശ്വര്യ, നീ എന്നെ കൂടെ കരയിക്കല്ലേ? എല്ലാവർക്കും അറിയാം. ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സുധിച്ചേണ്ടുള്ള സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്. എന്റെ ഒരു കൂട്ടുകാരി അവൾ ഇട്ടിട്ട് അവളുടെ ചെറുതായിട്ട് തന്നിട്ട് അതുപോലെ ഞാൻ ഇപ്പൊ കളയാതെ സൂക്ഷിക്കണം. എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൈസ എനിക്ക് വേറെ ഇല്ല. ഒരു ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. ആ ഫോൺ പോലും എനിക്ക് മേടിച്ചാൽ ആരും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പല ആൾക്കാർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത രേണു സുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള വിയോജിപ്പ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു സുധിയുടെ കുറേ നാട്ടുകാരും അല്ലെങ്കിൽ അവരെ നേരിട്ട് അറിയുന്നവരും കുറേയധികം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നു, എനിക്കൊരാളെ വ്യക്തിപരമായി അറിയത്തില്ല, അവരുടെ പേഴ്സണൽ ലൈഫിനകത്ത് നടന്ന കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീയുടെ പാസ്റ്റ് ലൈഫോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. അഥവാ ധാരണ ഉണ്ടായാൽ പോലും ഞാനത് ഒരിടത്ത് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി എന്തായിരുന്നാലും പോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഇനി ബിഗ് ബോസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമാകും. അതുവരെ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് വേണ്ടിയൊക്കെ പറഞ്ഞു പോകാം. അതുവരെയുള്ള നിങ്ങളുടെ വിഷമങ്ങളും പരിവേദനങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അറിയുന്ന കാര്യങ്ങളും ഞാൻ അറിഞ്ഞ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും ഒരുപാടുണ്ട്. അതൊന്നും ഞാൻ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. അതിനൊക്കെയുള്ള സമയവും അവസരമൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഇതെല്ലാം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പിന്നീട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം പറയും. ഇപ്പോൾ ഏറ്റവും ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് താഴെ കുറച്ച് അധികം വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കമൻസ് ആണ്. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്നെ എതിർക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിയോജിപ്പുകൾ എന്നോട് പറയുന്നതിന് വിമർശിക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. ആദ്യം ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിക്കാം, വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ. അതിനുശേഷം നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററിലേക്ക് പോകാനുണ്ട്. ദയവായി നിങ്ങളത് കേൾക്കാൻ വെയിറ്റ് ചെയ്യാം. സുധിയുടെ നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാം ചേട്ടാ. അവൾ പറഞ്ഞ 100% സത്യമാണ്. അതായത് രേണു സുധിയുടെ ഹസ്ബൻഡിൻ്റെ അഥവാ സുധി ചേട്ടൻ്റെ മുൻ ഭാര്യ ഇന്നലെ സംസാരിച്ചല്ല സത്യമാണെന്നുള്ളതാണ്. മരണശേഷം ഇത്രയും വഴികേട്ട ഒരു കലാകാരനുണ്ടോയെന്നറിയില്ല. ഇപ്പോഴും ജനമനസ്സിൽ രാജാവിനെ പോലെ ജീവിക്കുന്ന മണിച്ചേട്ടൻ. അവൾ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ്. അവളുടെ ചെറുപ്പത്തിൽ ആണ് സുധിയെ വിവാഹം ചെയ്യുന്നത്, അതും ലീഗലായിട്ട് തന്നെ. സുധിയുടെ കൂടെ വർക്ക് ചെയ്ത നിലവിലുള്ള പല സെലിബ്രിറ്റികൾക്കും അറിയുന്നതുമാണ്. അവർ വിവാഹത്തിൽ പങ്കെടുത്തതും തന്നെയാണ്. പിന്നെ ഇത്രയും നാൾ ഒരു അറ്റൻഷൻ വരാത്ത അവൾ ഇപ്പോൾ വരേണ്ട കാര്യമില്ല. അതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യവും നിലവിൽ അവൾക്കില്ല. അതും ഇത്രയും ആളുകൾ അറിയും എന്നുള്ളപ്പോൾ മറ്റൊരാളുടെ ഭാര്യ ആയതിനു ശേഷം ഇപ്പോൾ അവൾക്കത് ഒന്നും നേടാനില്ലല്ലോ. രേണു പറഞ്ഞതിൻ്റെ മറുപടിയാണ് അവൾ പറഞ്ഞത് സത്യമാണ്. മൂപ്പ ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ അവർ ലിവിങ് ടുഗദർ ആണ് എന്ന് രേണു പല സ്ഥലത്തും പറഞ്ഞു. അത് അവർക്ക് മോശമല്ലേ? അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഒന്ന് ഓപ്പണായി പറയുന്നത്. സുധിയുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. ഇയാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ച് ഇയാൾ കോടതി ആകില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു യൂട്യൂബ് ചാനൽ കോടതിയല്ല. എന്തായിരുന്നാലും നിങ്ങളുടെ വിമർശനത്തിന് ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ശരത് ബ്രോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അറിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു തോന്നുന്നു. രേണു സുധി ആ സ്ത്രീയെ പറ്റി മോശമായി പറഞ്ഞ് സുധിയുടെ സെറ്റപ്പ് ആയിരുന്നു. ആ രീതിയിലൊക്കെ അതാണ് അവരിപ്പോൾ വന്ന് ഇത്രയും പറയാൻ കാരണം. ഇത്രയും നാൾ അവർ വന്നില്ലല്ലോ, ഇതിപ്പോൾ പറഞ്ഞ് പറയിച്ചതാ എന്നൊക്കെ പറയുന്നു. ഇയാൾ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. രേണു മാത്രം ലൈഫുള്ളത്, ഈ സ്ത്രീക്കും ലൈഫുണ്ട്. നീ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ചുമ്മാ കിടന്ന് വള എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ്. വളരെ സന്തോഷം, ബഹുമാനം. ശരത്തിന് മാത്രമാണ് ഇത് മനസ്സിലാകത്തുള്ളൂ. അവർ അതിനകത്ത് വ്യക്തമായി പറയുന്നില്ല. മറ്റുള്ളവർ മുന്നിൽ അവരെ മറ്റൊരു പെണ്ണായിട്ടാണ് രേണു ചിത്രീകരിക്കുന്നു എന്നടക്കം ഒരുപാട് പരിധി വിട്ട് ഇതൊക്കെ പറയുന്നു. ഞാനിതൊക്കെ വായിച്ചത്, ഞാൻ സത്യം പറഞ്ഞു, ബഹുമാനത്തോടെയാണ്. നിങ്ങൾ എന്നെ വിമർശിച്ചതിൻ്റെ ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനിയും തുടരുക. ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ അതിനെ കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിമർശനം തുടരുക. നിങ്ങൾക്ക് വിയോജിക്കുക. നിങ്ങൾക്ക് ചേരേണ്ടതും ഞാൻ പറയുന്ന വാക്കുകളിലുള്ള എന്താണ് അതിലെന്തെങ്കിലും യോജിക്കാൻ പറ്റുന്നതിൽ മാത്രമേ യോജിക്കാവൂ. വിയോജിക്കേണ്ടടുത്ത് വിയോജിക്കുക തന്നെ ചെയ്യണം. അതിനകത്ത് യാതൊരു വ്യക്തി ഇതൊന്നും വേണ്ട. ഞാനത് ഡിസർവിങ് ആണ്. നിങ്ങളുടെ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ ഇൻ്റർവ്യൂ രാവിലെ വന്നു. അതിനുശേഷം ഇന്നലെ രാത്രി മഴവിൽ കേരളത്തിലല്ലേ അതെ, മെയിൻ സ്ട്രീം 1 അതിനകത്ത് അവരുടെ ചാനലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗങ്ങൾ കാണാം. അത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അത് രേണുവിനെ എതിർക്കുന്നവരുമുണ്ട്, രേണുവിനെ അംഗീകരിക്കുന്നവരുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത് കണ്ടിരിക്കണം. ഇത് കാണിക്കാതിരിക്കുന്നത് ഇത്ര പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് കാണിക്കേണ്ട വന്നു. സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ സുധിയുടെ വൈഫാണ് ഞാൻ. ലീഗലി സുധി എന്നെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് രേണു സുധിയാണ്. ഓക്കെ, അതിനകത്തുള്ള തെളിവുകളാണ് അവർ കാണിച്ചു എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ എന്താണ് എഗ്രിമെൻറ്റ് ഫോം എന്തോ ആണ് അവരിത് കാണിച്ചിട്ടുള്ളത്. മറ്റേ സ്ത്രീ പറയുന്നു അവർ വിവാഹം കഴിച്ചിട്ടുണ്ട്, 5 വർഷത്തോളം കഴിഞ്ഞു, അതിനുശേഷം കോടതിയിൽ പോയാണ് ഡിവോഴ്സ് നേടിയെന്നുള്ളതൊക്കെ പറയുന്നു. അപ്പം അതിൻ്റെ ലീഗാലിറ്റി അറിയത്തില്ല. അത് പോരാഞ്ഞിട്ട് സുധി മറ്റൊരു വിവാഹം കൂടെ കഴിച്ചിട്ടുണ്ട്, അതിലുള്ളതാണ് ആ മൂത്ത കുട്ടി എന്ന് പറയുന്നു. അപ്പം നിലവിൽ രേണു സുധി അടക്കം 3ഓളം വിവാഹം നമ്മുടെ സുധിച്ചേട്ടൻ
യശസ്വരനായ സുധിച്ചേട്ടൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കാൻ ശ്രമിക്കുന്ന ഒരു ചോദ്യം, കലാഭവൻ മണിയെ നമുക്കറിയാം, ഈ പറയുന്ന സുധിച്ചേട്ടൻ നമുക്കറിയാം. കലാഭവൻ മണിയുടെ നമ്മളൊരു വേദന വിങ്ങൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സുധി എന്ന് പറയുന്നത് ഒരു നല്ലൊരു കലാകാരൻ തന്നെയായിരുന്നു. പക്ഷേ ഇതിന് മാത്രം സുധി എന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കാനും ബഹളം വയ്ക്കാനും വിഷമിക്കാനും മാത്രം എന്താണ് അദ്ദേഹം സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക കാര്യമെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഒരു കലാകാരൻ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളതിനപ്പുറം എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അത് ബഹുമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത്. കേൾക്കാം. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. The certificate of marriage, the 4th schedule, Special Marriage Act 1954. ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സുധിച്ചേട്ടൻ്റെ വൈഫാന്ന് പറയും. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ. അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. രേഷ്മ എന്നുള്ള പേരുണ്ടോ രേണു സുധിക്ക്? ഓക്കെ. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ളവരാണ് അവർ തമ്മിൽ എന്നുള്ളതാണ്. അത് പോരാഞ്ഞിട്ട് രേണു സുധിയുടെ തന്നെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന, അവർ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹവും ഇപ്പോൾ രംഗപ്രവേശം ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഞാൻ ഒരു കാര്യം ആസ് എ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഇവിടെ ഇന്ന് സതി നിർത്തലാക്കിയ നാടാണ്. ഭരണഘടനാ പ്രകാരം നമ്മുടെ ഈ വിവാഹത്തിൻ്റെ കാര്യമായി പോട്ടെ മറ്റുള്ള എന്ത് കാര്യവും ഒരു ഇൻഡിവിജ്വലിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങളും ഞാനും ആരും. നമുക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ നിന്നും നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പോകാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിലൂടെ ഡിവോഴ്സ് കിട്ടി നിങ്ങൾക്ക് മ്യൂച്വലി ആയിട്ടോ അല്ലാതെയൊക്കെ ഡിവോഴ്സ് നേടി പോകാം. അതിനുശേഷം നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കാം. അതിനുശേഷം വീണ്ടും അതിനെയും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം, ഒക്കെ ചെയ്യാം. ഇതൊക്കെ മനുഷ്യൻ്റെ വ്യക്തിപരമായ ബൗദ്ധികപരമായ നിലവാരത്തിനനുസരിച്ചിരിക്കും എത്രത്തോളം കിട്ടണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവരുടെയൊക്കെ പാസ്റ്റ് ലൈഫിൻ്റെ അകത്ത് എന്തുകൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നിലധികം വിവാഹം കഴിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒന്നുകൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th schedule ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ വെക്കുന്നതിന് സുധിച്ചേട്ടൻ്റെ പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ല തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയാൻ ആവശ്യമില്ല. ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. കല്യാണം കഴിക്കുന്നതും കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വ്യക്തിയുടെ, നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നൊരു കാര്യമാണ്. അത് അവരുടെ താല്പര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? വിശ്വസിച്ചോളൂ, ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണോ നിങ്ങൾ വിശ്വസിക്കേണ്ട, അതും ഭരണഘടന നിങ്ങളെ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ അവരവരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയാൻ ആവശ്യമില്ല. ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേര് രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം. പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷെ എന്റെ സൂചിച്ചാറിന് രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെട്ടു. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സുധിച്ചേട്ടന് ഇഷ്ടപ്പെട്ട പേരാണ്. അതുകൊണ്ട് ആ ഒരു പേരുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. റിയൽ നെയിം രേഷ്മ എന്നുള്ളതാണ്. അവർ പറയുന്നതിനകത്ത് മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റൊരു വിവാഹം ഞാൻ ഇതുവരെ കഴിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നു. അപ്പോൾ അതിന് ചിലപ്പോൾ മാറാതിരിക്കാം. അതൊക്കെ വ്യക്തി താല്പര്യമായിട്ടും വ്യക്തി സ്വാതന്ത്ര്യമായിട്ടും വിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം. ചിലപ്പം വിവാഹത്തിൽ തന്നെ തുടരാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. അതുപോലെ അവരവരുടെ ലൈഫിനെ ചെയ്യട്ടെ. ഞാനിപ്പോഴും പലരും പറയുന്നത്, ഞാൻ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഒരു വാക്ക് കൂടെ ഇവരെ ഞാൻ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു വിചാരിക്കുക. ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സ്ത്രീ എനിക്ക് വേറെ വ്യക്തിപരമായിട്ട് എനിക്ക് വേറെ ഒരു തരത്തിൽ ദോഷമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒരു വിധവയാണ്. അതുപോലെ തന്നെ 2 കുട്ടികളെ നോക്കുന്നു. അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം നമ്മളും കൂടെ ഇങ്ങനെ 2 കൊട്ടുകൂടെ കൊടുക്കുന്ന സമയത്ത് നമ്മളും കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരു തരം ഇതുണ്ടല്ലോ. അത് ഞാൻ കാരണം ഉണ്ടാവരുത് എന്നുള്ള കാരണം മാത്രമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. മുൻകാലങ്ങളിൽ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്ത ഒരാളായിരുന്നു. അതിനുശേഷം എങ്ങനെ അത് മാറ്റം വന്നു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്മുടെ ചിന്താഗതികൾ മാറി വരികയല്ലേ, പ്രായം കൂടി വരികയല്ലേ, നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് വരികയല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ മാറ്റം നമ്മളിൽ വന്നുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ പ്രകടമാവുന്ന സ്വഭാവത്തിലൂടെയൊക്കെ വരുമായിരിക്കും. എങ്കിലും ബിഗ് ബോസ് വരുന്ന സമയത്ത് നമുക്കത് കാണാം. ഓക്കെ ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് കോടികൾ വെച്ചുകൊണ്ട് വരുവാ. എന്റെ ബാലൻസ് കാണിച്ചു തരാവേ. ഇതാണ് എന്റെ സമ്പാദ്യം. ഇതുകൊണ്ട് തന്നെ ഇനി കൊച്ചുങ്ങൾ കുഴപ്പമില്ല. ഐശ്വര്യ നീ എന്നെ കൂടെ കരയിക്കല്ലേ. അയ്യോ, ആങ്കർ ഇമോഷണലായി ആയിട്ട് കാണിക്കുന്നു. എനിവേ അവരുടെ സംസാര ശൈലിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇച്ചിരി നല്ലൊരു ആങ്കർ ആണെന്ന് എനിക്ക് തോന്നി. നല്ല ആങ്കേഴ്സ് ആണെങ്കിൽ ഇവിടെ നിലനിൽക്കത്തില്ല. ഇവിടെ മറ്റേ ക്യൂട്ട്നെസ്സും മറ്റേ ഒലിപ്പിയിലൊക്കെ വാരി വെതറി
ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കയറി വരും. അത് കാണല്ലോ. പിന്നെ നിലപാടുള്ള പറഞ്ഞ് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ചേട്ടൻ വൈഫ് ആയത് പിന്നെ ഒരു ചേട്ടന്റെ വൈഫ് ആകുന്നതിന് മുമ്പും ശേഷവും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചേട്ടൻ വൈഫ് ആയത് പിന്നെ ഒരു ചേട്ടന്റെ മകളെ പോലെ കാണുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് വൈഫ് ആകുന്നത്? ഞാൻ ഇപ്പൊ ചേട്ടാ വല്ലപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഭാര്യയെ പോലെ കാണൂ. ആവട്ടെ, എനിക്കത് പറ്റില്ല, നീ എന്റെ മോളാ. ഞങ്ങൾ അതിന്റെ പേരിൽ വഴക്ക് കുടിക്കായിരുന്നു. ഈ ഒരു പേര് യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യല്ലേ? ഞാൻ ഈ അഭിനയിക്കുന്ന റീൽ ചെയ്യുന്നൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു ഓർണമെന്റ്സ് പോലും ഇല്ല. അത് എല്ലാവർക്കും അറിയാം. ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സുധിച്ചേണ്ടുള്ള സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്. എന്റെ ഒരു കൂട്ടുകാരി അവൾ ഇട്ടിട്ട് അവളുടെ ചെറുതായിട്ട് തന്നിട്ട് അതുപോലെ ഞാനിപ്പോ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൈസ ഇപ്പൊ എനിക്ക് വേറെ ഇല്ല. ഒരു ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. ആ ഫോൺ പോലും എനിക്ക് മേടിച്ചാൽ ആരും. കിച്ചുവിന് എന്തായാലും ഒരു സന്തോഷം. അവന് ഇപ്പം ഞാനിതിന്ന് ഇപ്പം ഈ ഒരു പറയുന്ന വാക്കുകളൊന്ന് കടമെടുത്ത് കഴിഞ്ഞാൽ അവരെ എല്ലാവരും യൂസ് ചെയ്യുന്നുള്ള കാര്യം സത്യമല്ലേ? ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പേയ്മെന്റ് കിട്ടും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഇന്റർവ്യൂവിനാണെങ്കിലും അവർക്ക് പൈസ കിട്ടും. അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പൈസ കിട്ടുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചിലവ് ഉണ്ടാവും. കാരണം കുട്ടികളെ പഠിപ്പിക്കണം, മറ്റുള്ള ചിലവുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും അല്ലേ? ഇവരുടെ റീച്ച് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഇവർക്ക് വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നതേ, നമ്മൾ കല്ലെറിയുന്നതും നമ്മൾ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കൂരമ്പുകൾ എയ്യുന്നതും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ അവരാണോ നമ്മളാണോ കുറ്റക്കാർ? നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഫ്രസ്ട്രേഷനാണ്. നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് സമൂഹത്തിൽ കണ്ടൊരു വിഷയത്തിലാണ്. ആ ഫ്രസ്ട്രേഷൻ നമുക്ക് തോന്നുന്ന ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് ആ വ്യക്തി, പർട്ടിക്കുലർ വ്യക്തി നമുക്ക് നേരിട്ടോ അല്ലാതെയോ എവിടെയോ സമൂഹത്തിന് പോലും ഒരു ദ്രോഹമോ വിഷമമോ ഉണ്ടാക്കുന്നില്ലാത്തത്ര കാലം നമ്മൾ എങ്ങനെയായിരിക്കും അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക? ഓക്കെ, ഇപ്പോൾ തെരുവിൽ ഒരുപാട് പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ കവർ ചെയ്യില്ല, അവർക്ക് വേണ്ടിയൊന്നും പറയത്തുമില്ല. എന്നാൽ തെരുവിൽ ഒരു ഭക്ഷണം വാങ്ങിച്ച് തറയിൽ അടിച്ചവനെ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു സംഭവം വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. സോ തിങ് ഈസ് സംതിങ് ബിഹൈൻഡ്. അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് എവിടെയെങ്കിലും ഉള്ളതിനെ എപ്പോഴും സമൂഹത്തിന് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനും അതിനെ എതിർക്കാനും അതിനെ കുറ്റം പറയാനൊക്കെ ഉള്ള താല്പര്യമുണ്ട്. അത് നിങ്ങളിലും എനിക്കും ഒക്കെ ഉണ്ട്. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ മാറി എന്നുള്ളതാണ്. പണ്ട് കാലത്തിൽ നിന്ന് വിഭിന്നമായി സാഹിത്യമോ മറ്റുള്ള കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നെഗറ്റീവിന് ഒരു കൂടുതൽ പ്രീതി ലഭിച്ചിട്ടുണ്ട്. അത് ഏത് മേഖല നോക്കിയാലും അതാണ് ഇതിൻ്റെയൊക്കെ കാരണം. നെഗറ്റീവ്സിലൂടെ വളരാൻ ശ്രമിക്കുന്ന, സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ റീച്ച് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് എല്ലായിടത്തും പ്രകടമാണ്. അതുപോലെ തന്നെ നെഗറ്റീവിലൂടെ തന്നെയാണ് രേണു സുധിയും കയറി പോകുന്നത്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, അവർ കാരണം നമുക്ക് സമൂഹത്തിന് ദ്രോഹം അല്ലെങ്കിൽ ദോഷം ഉണ്ടാകുന്നില്ല. അവർ ചെയ്യുന്നത് നെഗറ്റീവിലൂടെയുള്ള പബ്ലിസിറ്റിയാണ്. അവർക്ക് ആ നെഗറ്റീവ്സ് അവരെ അഫക്റ്റ് ചെയ്യാതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഇല്ല എങ്കിൽ അവരില്ല. അതുകൊണ്ടാണ് അവർ ആ നെഗറ്റീവ്സിനെ ആസ്വദിക്കുകയും അത് ഒരു പ്രശ്നമല്ലാതായി മാറുകയും ചെയ്യുന്നത്. അതൊരു താതാത്മ്യം പ്രാപിക്കലാണത്. ുള്ളൊരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അത് ഒരുപാട് സന്തോഷം. ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അവനൊരു ഫോൺ കിട്ടില്ല, നല്ല ഫോണാണ്. അതുപോലെ മേടിച്ചാൽ എനിക്കാരും ഇല്ല. പിന്നെ ഈ പറയുന്നത് എന്താണ് എന്നെ കണ്ട് പറയുന്നത്? എന്തായിരുന്നാലും ഈ കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റ് കൂടെ നോക്കാം. 1-2 കമൻറ്റോടെ ജസ്റ്റ് നോക്കിയിട്ട് പോകാമേ. എന്തൊക്കെ പറഞ്ഞാൽ ഇവർ ഇപ്പോഴും സുധിയുടെ മകനെ പൊന്നുപോലെ നോക്കുന്നു, സുധിയുടെ വീട്ടുകാർ നോക്കുന്നുണ്ടാകാം. അത് അവരുടെ നല്ല മനസ്സ്. എന്നാലും ആ മകനെക്കുറിച്ച് എവിടെയും രേണു പറയാതിരിക്കുന്നില്ല. സുധിയുടെ മകനും ഓക്കെ, അവരെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് കമൻറ്റ് ബോക്സിൽ. ഒരാൾ അനുഭവിക്കുന്ന എന്താണോ അതാണ് അയാളുടെ ജീവിതം. ഓക്കെ, എല്ലാവരും നല്ല ഇൻ്റർവ്യൂ. ഇതുവരെയുള്ള ഇതിൻ്റെ ഒരുമാതിരി ആക്കലായിരുന്നു. വിധവകളെ വേട്ടയാടുന്നത് ചിലർക്കൊരു ഹരമാണ്. പോകാൻ പറഞ്ഞ രേണു ജീവിക്കട്ടെ. വിധവകളെ വേട്ടയാടുന്നത് സത്യം പറഞ്ഞ ഒരു ഹരമായിട്ടുള്ള ആൾക്കാർ നമുക്ക് സാഡിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അതിപ്പം എല്ലാവർക്കും അല്ല, ചിലർ ഓപ്പോസിറ്റ് സൈഡുള്ള ആളെ റെസ്പെക്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആങ്കർ ഗുഡ് ജോബ് സിസ്. സത്യം, ആങ്കർ നല്ല അടിപൊളിയാണ്. എന്തായാലും മഴവിൽ കേരളത്തിന് അഭിമാനിക്കാം, നല്ലൊരു ആങ്കറിനെ അവർ കൊണ്ടുവന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എതിർപ്പുകളായിട്ട് തന്നെ തുടരട്ടെ, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോഴും പറയുന്നു, ഇപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഇതെല്ലാം മാറുന്നൊരു ദിവസവും വരും. ചിലപ്പോൾ സൂര്യൻ എത്ര തന്നെ ഉദിച്ച് 12 മണിക്ക് ഇങ്ങനെ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന സൂര്യപ്രകാശം കൊണ്ടിങ്ങനെ നമ്മളെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിൽ സ്വർണ്ണ നിറമായിട്ട് നിന്നാലും അത് ചിലപ്പോൾ കാർമേഘം മൂടിയിട്ട് അല്ല എങ്കിൽ സന്ധ്യ മയങ്ങിയിട്ട് അത് വീണ്ടും അഭ്രവാളിയിൽ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് മറഞ്ഞു പോകും. അതുപോലെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനോ ചന്ദ്രനോ അത് അവിടെ തന്നെ നിൽക്കുമെന്ന് ആരും വിചാരിച്ചു കളയരുത്. എല്ലാത്തിൻ്റെയും ഒരു സമയം വരെയുണ്ട്. ആ സമയം കഴിയുമ്പോൾ അതിന് വരേണ്ട മാറ്റങ്ങൾ എനിക്കും നിങ്ങൾക്കും വരുന്നത് പോലെ ഇതിന് മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഇനി
ഇനിയാണ്. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഈ ലൂപ്പ് തുടങ്ങിയിട്ട് കൂടിയില്ല. ഈ ലൂപ്പ് തുടങ്ങാൻ ഇനി ഓഗസ്റ്റ് മാസം വരെ എത്തും. ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവും. ആ ലൂപ്പിൻ്റെ അകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്യും. നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം ചിലപ്പോൾ കേൾക്കും, സംസാരിക്കും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്നതെല്ലാം നല്ലതിന്, ഇനി കേൾക്കാൻ പോകുന്ന നല്ലതിന്, എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം തരാൻ നമുക്ക് സ്ഥിരപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.